മക്കളെ, നിങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്ക് കിടത്തില്ലേ? പേജ് നമ്പർ 33 നോക്കി. നമ്മുടെ ലേഖകനെ കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ട്. ലേഖകന്റെ ഒരു പദം കാണുന്നില്ലേ? ആരുടെയാണ്? അരുൺ ഗാന്ധിയുടെ ഫോട്ടോയാണത്. നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. डॉक्टर अरुण गांधी मणिलाल गांधी के बेटे और महात्मा गांधी के पोते हैं. अरुण गांधी मणिलाल गांधी मगനും महात्मा गांधी പേരക്കുട്ടിയുമാണ്. अरुण गांधी ने 20 साल तक टाइम्स ऑफ इंडिया में काम किया. अरुण गांधी 30 കൊല്ലത്തോളം 30 കൊല്ലത്തോളം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്നു. आपकी अनेक किताबें प्रकाशित है. അദ്ദേഹത്തിന്റെ കുറേ പുസ്തകങ്ങൾ പ്രകാശിക്കപ്പെട്ടിട്ടുണ്ട്. आप NK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംസ്ഥാപക് है. എന്താണ്? അദ്ദേഹം NK ഗാന്ധി എന്ന പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനുമാണ്. ഈ സംസ്ഥ അഹിംസാ पर शोध करती है. എന്താണ്? റിസർച്ച് ചെയ്യുന്നുണ്ട്. പാഠം നോക്കാം. പേജ് നമ്പർ 30 തുടങ്ങാം. उस समय मैं 16 वर्ष का था. ആ സമയം ഞാൻ 16 वर्ष का था. 16 വയസ്സായിരുന്നു. और अपने माता-पिता के साथ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ഡർബൻ സെ കരീബ് അടുത്തുള്ള 18 അല്ലെ 18 എന്നാണ് 18 മൈൽ ദൂർ ഏക് ആശ്രമം में रहता था. എന്താണ്? 18 മൈൽ ദൂരെയുള്ള ഒരു ആശ്രമത്തിലാണ് ഞാനും എന്റെ അച്ഛനും താമസിച്ചിരുന്നത്. आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था. ആശ്രമം എന്റെ മുത്തച്ഛൻ മഹാത്മാഗാന്ധിയാണ് സ്ഥാപിച്ചത്. ആശ്രം ദൂർദരാജ് के इलाके में था. ദൂരെയുള്ള ഇലാക്ക പ്രദേശത്തായിരുന്നു. വഹാ ദൂർ തക് ദൂരെ ബസ് ഗന്നെ കെ ഖേത്ത്. കരിമ്പ് എന്താണ്? കരിമ്പ്. ഖേത്ത് പാടം. കരിമ്പിന്റെ പാടങ്ങളായിരുന്നു. അവിടെ മൊത്തം എന്തായിരുന്നു? ആ പ്രദേശത്ത് കരിമ്പിന്റെ പാടങ്ങളായിരുന്നു. ഷഹർ സെ ബഹുത് ദൂർ രഹനെ കെ കാരണം പട്ടണത്തിൽ നിന്നും ദൂരെ താമസിക്കുന്നത് കൊണ്ട് വഹാ ഹമാരെ കോയി പഡോസി നഹീ തേ. അവിടെ ഞങ്ങൾക്ക് എന്തുണ്ടായില്ല? പഡോസി അയൽക്കാരും ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ അതുകൊണ്ട് മേ ഓർ മേരി ദോ ബഹിനെ ഞാനും എന്റെ 2 സഹോദരിമാരും ഹമേഷ എപ്പോഴും शहर जाने के इंतजार में रहते थे. കാത്തിരിപ്പ്. എന്നാലും എന്റെ സഹോദരിമാരും പട്ടണത്തിലേക്ക് പോകാനുള്ള കാത്തിരിപ്പിലായിരുന്നു. ഹം ഷഹർ ജാനെ കെ ഹർ മൗക്കെ കി തലാശ് മേ രഹത്തെ. ഞങ്ങളെപ്പോഴും പട്ടണത്തിൽ പോകുവാനായിട്ട് മൗക്കെ അവസരത്തിന് വേണ്ടി തെരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അല്ലെ, അവസരം കാത്തിരിക്കുമായിരുന്നു. ജിസ്സെ हम शहर जाने के हर मौके की तलाश में रहते. അല്ലെ, ഞങ്ങള് പട്ടണത്തിൽ പോകുവാനുള്ള ഓരോ അവസരവും തിരിഞ്ഞുകൊണ്ടേയിരുന്നു. മോക്കെ അവസരങ്ങൾ, തലാഷ് തിരിഞ്ഞുകൊണ്ടിരുന്നു. ജിസ്സെ ഹം അപ്പനെ മിത്രോം സെ മിൽ സകെ. അല്ലെ, ആ പട്ടണത്തിൽ പോയാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഞങ്ങളുടെ കൂട്ടുകാരെ കാണാൻ പറ്റുള്ളൂ. और साथ ही वहां के सिनेमाघर में फिल्में देख सके. അല്ലെ, സിനിമാഘർ തിയേറ്റർ. അവിടുത്തെ തിയേറ്ററിൽ പോയി സിനിമയും കാണാൻ പറ്റും. അപ്പൊ എന്താണ് സിനിമാഘർ? എന്താണ്? തിയേറ്റർ. അല്ലെ, അപ്പൊ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നപ്പോ പറഞ്ഞില്ലേ? एक दिन पिताजी ने मुझसे कहा कि എന്നോട് പറഞ്ഞു, ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, उन्हें कार से शहर ले जाओ. അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ കൊണ്ടാക്കണം. शहर എന്താണ് മക്കളെ? പട്ടണം. उनकी वहां पूरे दिन की एक मीटिंग थी. അല്ലെ, അദ്ദേഹത്തിന് അവിടെ ദിവസം മുഴുവൻ ദിവസമുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുझे ऐसे ही मौके की तलाश थी. എനിക്ക് ऐसे ही അങ്ങനെയുള്ളൊരു അവസരത്തിനെ തിരയുകയായിരുന്നു ഞാൻ. क्योंकि എന്തുകൊണ്ടെന്നാൽ मैं शहर जा रहा था. ഞാൻ പട്ടണത്തിൽ പോയായിരുന്നു. माने मुझे सामान लाने की एक लंबी लिस्ट दमा दी. അല്ലെ, ഞാൻ പട്ടണത്തിൽ പോകുന്നത് കൊണ്ട് അമ്മ എനിക്ക് എന്ത് തന്നു?
സാമാൻ ലാനേക്ക് സാധനങ്ങൾ വാങ്ങുവാനുള്ള ഏക് ലംബി ലിസ്റ്റ് ഒരു വലിയ ലിസ്റ്റ് ധമാദി എന്താണ് പിടിപ്പിച്ചു. ധമാദി പിടിപ്പിച്ചു. ഷഹർ മേ മുझे പൂരാ ദിൻ ബിതാനാ താ പട്ടണത്തിലെ അച്ഛന് ഫുൾ ഡേ മീറ്റിംഗ് ഇല്ലേ, അപ്പൊ എനിക്കും മുഴുവൻ ദിവസം ബിതാനാ ചിലവഴിക്കാനുണ്ടായിരുന്നു. ഇസ്ലിയേ അതുകൊണ്ട് പിതാജിനെ മുझसे അച്ഛൻ എന്നോട് വഹാം കൈ ബക്കായ കാമോ കോ പൂരാ കർനെ കോ കഹാ അവിടെ അല്ല ചില്ലറ കാര്യങ്ങൾ അല്ലെ എല്ലാ കാര്യങ്ങളും എന്നോട് ചെയ്തു തീർക്കുവാൻ പറഞ്ഞു. ഇസ്മേ കാക്കി സർവീസിംഗ് ബി ഷാമിൽ ദി അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളിൽ ഇസ്മേ അതിൽ കാറിന്റെ കാക്കി സർവീസിംഗ് ബി ഷാമിൽ ദി സർവീസിംഗും ഉൾപ്പെട്ടിരുന്നു. ഷാമിൽ ദി मैंने पिताजी को मीटिंग की जगह पर छोड़ा ഞാൻ അച്ഛനെ എന്ത് ചെയ്തു മീറ്റിംഗ് ഉള്ള സ്ഥലത്ത് जगह पर छोड़ा ഇറക്കി. उन्होंने मुझे 5 बजे वही आ जाने को कहा അദ്ദേഹം എന്നോട് 5 മണിക്ക് തന്നെ അവിടെ എത്താൻ പറഞ്ഞു. बताए गए कामों को എന്നോട് ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ फटाफट വേഗം निपटाने के बाद അല്ലെ फटाफट വേഗം निपटाने के बाद തീർത്ത് കഴിഞ്ഞ് मैं झट से വേഗം സിനിമാഘർ में घुस गया അല്ലെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീർത്ത് झट से വേഗം സിനിമാഘർ में घुस गया സിനിമാഘറിലെ തിയേറ്ററിൽ പോയി. വഹാ ജോൺ ബെൻകി ആരെയാണ് ജോൺ ബെൻകി एक दिलचस्प फिल्म അവിടെ ജോൺ ബെന്നിന്റെ ഒരു രസകരമായ സിനിമ ദിൽചസ്പ് എന്ന് വെച്ചാൽ എന്താണ് ദിൽചസ്പ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ദേഖത്തെ എന്താണ് ദേഖത്തെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മുझे समय का बिल्कुल ध्यान नहीं लगा അല്ലെ സമയം പോയത് അറിഞ്ഞതേയില്ല. और जब ध्यान आया तो ശ്രദ്ധ വന്നപ്പോൾ तब तक शाम के 5:30 बजे हो चुके थे അല്ലെ സിനിമ കണ്ടിരുന്ന് ഓർമ്മ വന്നപ്പോഴേക്കും എന്തായിട്ടുണ്ടായി 5:30 ബജെ 5:30 5 ബജെ 5 5:30 ബജെ 5:30 മണിയായി. ഞാൻ झटपट പെട്ടെന്ന് ഗാരേജ് പहुंच വർക്ക്ഷോപ്പിലെത്തി. वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बजे चुके थे അല്ലെ അവിടെ നിന്നും കാറും എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും എത്തിയപ്പോഴേക്കും വൈകുന്നേരം ഷാം 6 മണിയായി കഴിഞ്ഞു. പിതാജി ബേസബ്രി സേ മേരാ इंतजार कर रहे थे അച്ഛൻ അക്ഷമനായി എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉന്നോനെ അദ്ദേഹം ഉത്സുകതാപൂർവക് ആകാംക്ഷയോടെ ചോദിച്ചു तुम लेट क्यों हुए अरे എന്താ വൈകിയത്. उन्हें ये बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिम फिल्म देख रहा था അദ്ദേഹത്തിനോട് ഇത് പറയാൻ എനിക്ക് നാണമായിരുന്നു. എന്ത് ഞാൻ ജോൺ ബെന്നിന്റെ ഒരു പാശ്ചാത്യ സിനിമ കാണുകയായിരുന്നു എന്ന്. इसलिए അതുകൊണ്ട് मैंने कह दिया कि कार तैयार नहीं थी इसलिए मुझे वहां देर हो गई. ഞാൻ പറഞ്ഞു കാർ റെഡി ആയിട്ടുണ്ടായില്ല തയ്യാർ नहीं थी അതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയത്. मुझे इस बात का कोई अंदाजा नहीं था എനിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അന്താസ ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. ലഹീദി ഉണ്ടായിരുന്നില്ല. എന്ത് कि पिताजी पहले ही गैरेज को फोन कर चुके थे अरे അച്ഛൻ ഗാരേജിൽ ആദ്യമേ വിളിച്ചന്വേഷിച്ചിരുന്നു. और असलियत से സത്യം വാക്കിഫ് ദേ അറിയാമായിരുന്നു. അസ്ലിയത്ത് സത്യം അദ്ദേഹത്തിന് ഓൾറെഡി സത്യം വാക്കിഫ് ദേ അറിയാമായിരുന്നു. അതിനെപ്പറ്റി എനിക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. വേ മേരെ झूठ को जान चुके थे അല്ലെ ഞാൻ പറയുന്നത് നുണയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. पर बोले പക്ഷേ അതറിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു जिस तरह से मैंने तुम्हें बड़ा किया है ഞാൻ നിന്നെ बड़ा किया है വളർത്തിയതിൽ उसमें അതിൽ मुझसे कोई भारी चूक हुई है അല്ലെ ഞാൻ നിന്നെ വളർത്തിയതിൽ मुझसे എന്നിൽ നിന്നും कोई എന്തോ ഒന്ന് ഭാരി ചൂക്ക് ഹുയി ഹേ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെ ഞാൻ നിന്നെ വളർത്തിയതിൽ എന്തോ ഒരു വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. മേനെ തുമേ ഞാൻ നിനക്ക്
സച്ച് ബോൾനെ കാ, സത്യം പറയുവാനുള്ള, സച്ച് സത്യം, ബോൾനെ കാ സത്യം പറയുവാനുള്ള ആത്മവിശ്വാസം नहीं दिया, അല്ലെ ആത്മവിശ്വാസം തന്നിട്ടില്ല. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. എന്താ പറഞ്ഞത്? ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ ഇവിടെ നിന്നും വീട് വരെയുള്ള 18 മൈൽ ദൂരം ഞാൻ എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞത്? പൈദൽ ചൽക്കർ, കാൽനടയായി ഞാൻ എന്ത് ചെയ്യും? യാത്ര ചെയ്യും. അല്ലെ നോക്കിയേ, अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. അല്ലെ ഞാൻ ഇവിടെ നിന്നും വീട്ടിലേക്കുള്ള 18 മൈൽ ദൂരം നടന്നുകൊണ്ട് അവിടെ എത്തും. അല്ലെ പൈദൽ നടന്നുകൊണ്ട്, കാൽനടയായി എത്തും. 18 मील എന്താണ്? 18 മൈൽ. ये कहते हुए सूट बूट पहने पिताजी ने, അല്ലെ ഇത് പറഞ്ഞുകൊണ്ട് സൂട്ടും അല്ലെ എന്താണ് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട പിതാജി, അച്ഛൻ ചലന ശുരു കിയ, നടക്കാൻ തുടങ്ങി. ശുരു കിയ തുടങ്ങി. എന്താ പറയുന്നത് നോക്കിയേ? പെഹനെ ധരിച്ച. അന്തേര ഹോ ചുക്കാതാ, അന്തേര ഇരുട്ട്, ഇരുട്ടായി തുടങ്ങിയിരുന്നു. ഓർ ജ്യാദാതർ കൂടുതൽ, രാസ്ത കച്ചാതാ, ജ്യാദാതർ രാസ്ത കച്ചാതാ കൂടുതൽ വഴികളും എങ്ങനെയായിരുന്നു? ടാർ ചെയ്യാത്ത മോശം വഴികളായിരുന്നു. സടക്ക് സുൻസാന്തി വിജനമായിരുന്നു. സടക്ക് റോഡ്, റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല, വിജനമായിരുന്നു. ഓർ വഹാ കോയി രോഷ്നി ഭി നഹീ ഥി, രോഷ്നി പ്രകാശം, അല്ലെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, അവിടെ ഒരു പ്രകാശവും ഉണ്ടായിരുന്നില്ല. മേ പിതാജി കോ അകേലാ നഹീ ചോട് സക്താ താ, എനിക്ക് അച്ഛനെ ഒറ്റയ്ക്കാക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, ഞാൻ ചെയ്ത നുണയുടെ പേരിലല്ലേ അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യുന്നത്. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे, അതുകൊണ്ട് 5.5 घंटे 5.5 മണിക്കൂർ നേരം ഞാൻ അദ്ദേഹത്തിന്റെ, ഉൻകെ പീछे പീछे പിന്നാലെ പിന്നാലെ, ധീമി ഗതി സേ സാവധാനത്തിൽ, പതുക്കെ, ധീമി ഗതി സേ കാർ ചലാത്താ രഹാ. അല്ലേ നമ്മൾ കാണുന്നില്ല ഇതില് കാർ ഓടിച്ചുകൊണ്ട് പോയ ചെല്ലുന്നത്. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. അല്ലെ ഞാൻ പറഞ്ഞ നുണയിൽ, झूठ पर झूठ, നുണ കള്ളം, അതിന്റെ പേരിൽ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. उस दिन मैंने जीवन का एक अहम निर्णय लिया. उस दिन ആ ദിവസം ഞാൻ ജീവൻ കാ ജീവിതത്തിലെ ഒരു അഹം നിർണയം, എന്താണ് അഹം നിർണയം, സുപ്രധാനമായ ഒരു തീരുമാനം ലിയ എടുത്തു. മേ കഭി ഭി, ഞാൻ ഒരിക്കലും झूठ नहीं बोलूंगा, എന്ത് പറയില്ല? നുണ പറയില്ല. मैं अक्सर इस घटना के बारे में सोचता हूँ. ഞാൻ എപ്പോഴും അല്ലെ അക്സർ പലപ്പോഴും ഇതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്, ഈ സംഭവത്തെ പറ്റി. അഗർ പിതാജി ने मुझे अन्य पालकों की तरह, അല്ലെ അച്ഛൻ എന്നോട് മറ്റുള്ള രക്ഷിതാക്കളെ പോലെ, മറ്റുള്ള അച്ഛനമ്മമാരെ പോലെ സജാ ദി ഹോത്തി, സജാ ശിക്ഷ, സജ എന്നാണ് ശിക്ഷ, അല്ലെ മറ്റുള്ള അച്ഛനമ്മമാരെ പോലെ അച്ഛനും എന്നെ ശിക്ഷിച്ചിരുന്നെങ്കിൽ, तो क्या मैंने कोई सबक सीखा होता, कोई सबक सीखा होता, ഞാൻ എന്തെങ്കിലും സബക് പാഠം സീക്കാ ഹോത്ത പഠിക്കുമായിരുന്നോ? शायद नहीं, ഇല്ല. സസാ रहने के बाद भी, അല്ലെ ശിക്ഷ കിട്ടിയതിനു ശേഷവും शायद झूठ बोलने की आदत नहीं छूटती, അല്ലെ നുണ പറയുന്ന ശീലം മാറില്ലായിരുന്നു. അല്ലെ शायद झूठ बोलने की अपनी आदत नहीं बदलती होती, അല്ലെ എന്താണ് ശിക്ഷ കിട്ടിയാലും ഞാൻ എന്ത് ചെയ്യില്ലായിരുന്നു? നുണ പറയുന്ന ശീലം മാറ്റില്ലായിരുന്നു. ബദൽത്തി ഹോത്തി, മാറ്റില്ലായിരുന്നു. പരന്തു ഇസ് അഹിംസ ഘടനാക്ക, അല്ലെ ഹിംസ എന്ന് വെച്ചാൽ ശിക്ഷിക്കുന്നതിനാണ് ഹിംസ എന്ന് പറയുന്നത്. ഈ അഹിംസാപരമായുള്ള ഈ സംഭവം മേരെ ഊപ്പർ, എന്റെ മനസ്സിൽ ബഹുത് ഗഹര അസർ ഹുവ, വളരെ ആഴത്തിലാണ് എന്റെ മനസ്സിൽ പതിഞ്ഞത്. അല്ലെ നമ്മൾ സ്വാധീനിച്ചു എന്ന് പറയില്ലേ, എഫക്ട് ചെയ്തു. അച്ഛന്റെ ആ പ്രായശ്ചിത്തം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതിനുശേഷം ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, നുണ പറഞ്ഞിട്ടില്ല. मुझे लगता है जैसे ये घटना कल ही घटी हो,
എനിക്ക് എന്താ തോന്നുന്നത്, ഈ സംഭവം ഇന്നലെ സംഭവിച്ച പോലെയാണ്. കാരണം അത്രയും എന്റെ മനസ്സിലത് പതിഞ്ഞു. അഹിംസക്ക് ഈ ശക്തിയെ അല്ലെ, തല്ല് കിട്ടിയാലത് അന്നത്തോടെ തീർന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതെന്ത് ചെയ്യാണ്, എപ്പോഴും